ഇനി നമ്മളൊരു അന്താരാഷ്ട്ര വാർത്തയിലേക്കാണ് പോകുന്നത്. US-ന്റെ വെടിനിർത്തൽ ഉപാധികൾ തള്ളിയ ഇറാൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് 5 ഉപാധികൾ മുന്നോട്ട് വച്ചിരിക്കുകയാണ്. പിന്നാലെ പശ്ചിമേഷ്യയിൽ ആക്രമണവും ഇവർ കടുപ്പിച്ചു കഴിഞ്ഞു. അബുദാബിയിൽ മിസൈൽ വർഷത്തിൽ 2 പേരാണ് കൊല്ലപ്പെട്ടത്. മധ്യ ഇസ്രായേലിലേക്കും ഇറാൻ ആക്രമണം നടത്തി. 6 പേർക്ക് പരിക്കേറ്റതായി എന്നതാണ് വിവരം. ടെൽ അവീവിലും ജെറുസലേമിലും ജാഗ്രതാ നിർദ്ദേശം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതേസമയം ഇറാനിയൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ചിയും പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖർ ബാലിഫിനെയും ഇസ്രയേൽ ഹിറ്റ് ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കിയത് തങ്ങളുടെ അപേക്ഷ മാനിച്ചാണെന്ന് പാകിസ്ഥാൻ അവകാശപ്പെട്ടു. അജയ് സുധാബിജു ചേരുന്നു. അജയ്, ഇന്നലെ നമ്മൾ ഇവിടെ കേന്ദ്ര സർക്കാർ ഒരു സർവകക്ഷി യോഗം വിളിച്ചു. ഈ സർവകക്ഷി യോഗത്തിൽ പ്രതിപക്ഷ കക്ഷികൾ ഉന്നയിച്ച ഒരു കാര്യമായിരുന്നു പാകിസ്ഥാൻ ഈ വിഷയത്തിൽ മധ്യസ്ഥ ശ്രമത്തിന് നടത്തുന്നു, ചില നീക്കങ്ങൾ നടത്തുന്നു എന്ന കാര്യം. അത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അത്തരമൊരു നീക്കമുണ്ടാവുന്നുണ്ട്. അതിന് കേന്ദ്ര സർക്കാർ നൽകിയ മറുപടി പാകിസ്ഥാൻ എക്കാലവും അമേരിക്കയുടെ പക്ഷത്താണ്, അപ്പോൾ നമ്മൾ അമേരിക്കയുടെ പക്ഷത്തല്ല എന്ന കാര്യം കൂടിയാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. മറിച്ച് ഇതിൽ യുദ്ധം അവസാനിപ്പിക്കാൻ ഇടപെടണമെന്ന ആവശ്യമാണ് നമ്മൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ പാകിസ്ഥാൻ്റെ നയതന്ത്രം, പാകിസ്ഥാൻ നടത്താൻ പോകുന്ന ഈ മധ്യസ്ഥ ശ്രമങ്ങൾ അത് എത്ര കണ്ട് ഗുണപ്പെടുന്നതാണ്? അത് ഏതെങ്കിലും തരത്തിലുള്ള തുടർ ചർച്ചാ സാധ്യതകൾ ഉണ്ടാക്കുന്നതാണ്? സജിത്, ചരിത്രപരമായി തന്നെ നോക്കുകയാണെങ്കിൽ ഈ ഏഷ്യയിലുള്ള പല കാര്യങ്ങളും നേടിയെടുക്കാൻ വേണ്ടി പാകിസ്ഥാനെ അമേരിക്ക ഉപയോഗിച്ചു വരുന്നുണ്ട്. അത് പണ്ടുതൊട്ട് തന്നെ നിരവധി സംഭവങ്ങൾ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. റഷ്യക്കെതിരെ നീക്കങ്ങൾ നടത്താനാണെങ്കിലും അതുപോലെ തന്നെ താലിബാനെ ഒതുക്കാനാണെങ്കിലും എപ്പോഴും അമേരിക്ക പാകിസ്ഥാൻ്റെ സഹായം തേടിയിട്ടുണ്ട്. അതുപോലെ പാകിസ്ഥാൻ എപ്പോഴും അമേരിക്ക ചില ഏഷ്യൻ രാജ്യങ്ങളുമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത വഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെയെല്ലാം പരിഹസിച്ചുകൊണ്ട് നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞത് പാകിസ്ഥാനെ പോലെ ഇന്ത്യക്ക് ദല്ലാൽ പണിയെടുക്കാൻ സാധിക്കില്ല എന്നാണ്. അതായത് ഇതിനു മുൻപേയും പലതവണ പാകിസ്ഥാൻ ഇത്തരത്തിൽ അമേരിക്കയ്ക്ക് വേണ്ടി മധ്യസ്ഥത വഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ഇന്ത്യ എല്ലാ കാലത്തും, ചരിത്രപരമായി തന്നെ നോക്കുകയാണെങ്കിൽ ഇന്ത്യ എല്ലാ കാലത്തും മുന്നോട്ട് വെച്ചിട്ടുള്ളത് ചേരിചേരാ നയമാണ്. ഈ ചേരിചേരാ നയത്തിൽ നിന്ന് ഇന്ത്യ ഇപ്പോഴാണെങ്കിലും ലെവലേശം പിന്നോട്ട് പോയിട്ടില്ല. ആ ഒരു നയം തന്നെയാണ് ഇന്ത്യ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന് സമാനമായി ഇതിലൊരു മധ്യസ്ഥ ചർച്ചകൾക്ക് നിന്നുകൊണ്ട് ഒരു ദല്ലാളാവാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല എന്നാണ് എസ് ജയശങ്കർ രൂക്ഷമായ ഭാഷയിൽ തന്നെ ഇതിനെപ്പറ്റി സംസാരിച്ചത്. എന്തായാലും പാകിസ്ഥാൻ മുന്നോട്ട് വെച്ച ഈ മധ്യസ്ഥ ശ്രമം അത് ഇറാൻ തള്ളിക്കളഞ്ഞുകൊണ്ട് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഒരു നാണം കെടുന്ന സാഹചര്യം കൂടി പാകിസ്ഥാന് സംജാതമായിട്ടുണ്ട്. അതായത് പാകിസ്ഥാൻ അവകാശപ്പെട്ടത് ഇസ്ലാമാബാദിൽ വെച്ച് അമേരിക്കയും ഇറാനുമായിട്ടുള്ള ഒരു മധ്യസ്ഥ ചർച്ചകൾക്ക് വേണ്ടി തങ്ങൾ നീക്കങ്ങൾ നടത്തുന്നുണ്ട്, ഇതിനുവേണ്ടി 2 രാഷ്ട്രങ്ങളിലെ നേതാക്കളുമായി സംസാരിച്ചു എന്നെല്ലാം പാകിസ്ഥാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇറാൻ നിലവിൽ ഇത്തരത്തിലുള്ള എല്ലാ ചർച്ചകൾക്കുള്ള ഈ ഒരു ചർച്ചകൾ നടക്കുന്നു എന്നുള്ള വാദങ്ങളും തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. അതായത് തങ്ങളുടെ ചില സൗഹൃദ രാഷ്ട്രങ്ങൾ വഴി അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ചില സന്ദേശങ്ങൾ മാത്രമാണ് ഇറാന് ലഭിച്ചിട്ടുള്ളത്, അല്ലാതെ യാതൊരുവിധ ചർച്ചകളും നിലവിൽ നടക്കുന്നില്ല എന്നാണ് ഇറാൻ നിലവിൽ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ പാകിസ്ഥാൻ നിലവിൽ മുന്നോട്ട് വെച്ചിട്ടുള്ള മറ്റൊരു വാദമാണ് ഇറാന്റെ വിദേശകാര്യ മന്ത്രിയായിട്ടുള്ള അബ്ബാസ് അരഗ്ചിയും അതുപോലെ അവരുടെ പാർലമെന്റ് സ്പീക്കറായിട്ടുള്ള മുഹമ്മദ് ബാഖർ ഖാലിബാഫും അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഹിറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. എന്നാൽ പാകിസ്ഥാൻ ഇവരെ ഈ ഹിറ്റ് ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കണമെന്ന് US-നോട് അപേക്ഷിച്ചു. ഈ US ഇക്കാര്യം ഇസ്രായേലിനോട് പറഞ്ഞപ്പോഴാണ് ഇക്കാര്യം യാഥാർത്ഥ്യമായത്. അങ്ങനെയാണ് ഇപ്പോൾ ഈ അബ്ബാസ് അരഗ്ചി ആണെങ്കിലും മുഹമ്മദ് ബാഖർ ഖാലിബാഫ് ആണെങ്കിലും കൊല്ലപ്പെടാതിരിക്കുന്നത് എന്നാണ് പാകിസ്ഥാൻ്റെ ഒരു മുതിർന്ന പ്രതിനിധി റോയിറ്റേഴ്സിന് നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ വ്യക്തമാക്കിയിട്ടുള്ള കാര്യം. എന്തായാലും നിലവിൽ ഇക്കാര്യത്തിൽ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് പ്രതികരണങ്ങളൊന്നും വന്നിട്ടില്ല. അതുപോലെ ഇസ്രായേലും അമേരിക്കയും ഇതിൽ പ്രതികരിച്ചിട്ടില്ല. കഴിഞ്ഞ തവണ പാകിസ്ഥാൻ ഈ മധ്യസ്ഥ ശ്രമങ്ങൾക്ക് നീക്കം നടത്തുന്നു എന്നുള്ള ഒരു കാര്യം അത് അമേരിക്ക സ്ഥിരീകരിച്ചതാണ്. അമേരിക്ക അത് അംഗീകരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ നിലവിലുള്ള ഈ വാദത്തിൽ അവർ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നതെന്ന് വ്യക്തമായിട്ടില്ല. അമേരിക്ക അവരുടെ ഇറാന്റെ എല്ലാ നേതാക്കളെയും കൊലപ്പെടുത്തും എന്നുള്ള വാദമാണ് നേരത്തെ പല ഘട്ടങ്ങളിലായി മുന്നോട്ട് വെച്ചിരുന്നത്. അപ്പോഴവർ ഈ ഒരു കാര്യത്തെ അംഗീകരിക്കുമോ എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ്. പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോഴും ആക്രമണങ്ങളെല്ലാം രൂക്ഷമായി തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും വലിയ ആക്രമണങ്ങൾ ഇപ്പോൾ നടന്നിരിക്കുന്നത് ഒന്ന് UAE-ക്ക് നേരെയാണ്. അവിടെ അബുദാബിയിൽ ഒരു മിസൈലിൻ്റെ അവശിഷ്ടം വീണ് 2 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഈ കൊല്ലപ്പെട്ടവർ
കൊല്ലപ്പെട്ടവരുടെ വിശദാംശങ്ങൾ ലഭിച്ചിട്ടില്ല. അൺഐഡന്റിഫൈഡ് ആയിട്ടുള്ള 2 ആളുകൾ കൊല്ലപ്പെട്ടു എന്നാണ് ഭരണകൂടം വ്യക്തമാക്കിയിട്ടുള്ളത്. 3 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇതോടെ UAE-യിൽ കൊല്ലപ്പെട്ട ആകെ ആളുകളുടെ എണ്ണം 11 ആയിട്ടുണ്ട് ഈ സംഘർഷങ്ങൾക്ക് ശേഷം. അതുപോലെ ഇസ്രായേലിലേക്കും ഇറാൻ ആക്രമണം കടുപ്പിച്ചിട്ടുണ്ട്. മധ്യ ഇസ്രായേലിൽ നിലവിൽ ഒരു ആക്രമണമുണ്ടായി, ഒരു മിസൈൽ ആക്രമണമായിരുന്നു. ഇതിൽ 6 പേർക്ക് പരിക്കേറ്റതായിട്ടാണ് വിവരം. മറ്റ് മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ടെൽ അവീവ്, ജെറുസലേം തുടങ്ങിയിട്ടുള്ള നഗരങ്ങളിൽ കടുത്ത ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ ഇപ്പോൾ സംഘർഷങ്ങൾ രൂക്ഷമായി തുടരുന്ന മറ്റൊരു പ്രദേശമാണ് ലെബനൻ. തെക്കൻ ലെബനനിലുള്ള കൂടുതൽ മേഖലകളിലേക്ക് ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ച് കൂടുതൽ പ്രദേശങ്ങൾ തങ്ങളുടെ ബഫർ സോണായി തങ്ങളുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്നതായിട്ടാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത്. വടക്കൻ ലെബനനും തെക്കൻ ലെബനനുമായിട്ടുള്ള ബന്ധം ഇതിനോടകം തന്നെ പൂർണ്ണമായി വിച്ഛേദിക്കപ്പെട്ടതായിട്ടാണ് വിവരം. അതുകൊണ്ട് തന്നെ ലെബനന് തങ്ങളുടെ സൈന്യത്തെ തെക്കൻ ലെബനിലേക്ക് അയക്കാൻ സാധിക്കുന്നില്ല. ഇങ്ങനെ തെക്കൻ ലെബനെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ഹിസ്ബുള്ള ഗ്രൂപ്പിനെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുകയാണ് ഇസ്രായേലിന്റെ പുതിയൊരു നീക്കം എന്ന് പറയുന്നത്. അതിനായിട്ടാണ് അവർ ഈ മേഖലയിൽ നിയന്ത്രണം കടുപ്പിച്ച് കൂടുതൽ മേഖലകൾ ബഫർ സോണായി പ്രഖ്യാപിച്ച് ആക്രമണം രൂക്ഷമാക്കിയിട്ടുള്ളത്. ഇതിനിടെ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ചില പ്രതികരണങ്ങളും പുറത്തു വരുന്നുണ്ട്. അതായത് അമേരിക്ക കഴിഞ്ഞ ദിവസം ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി ഒരു 15 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. ഇറാൻ എന്തായാലും ഇത് തള്ളിക്കളഞ്ഞിട്ടുണ്ട്. പകരം ഇറാൻ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി ഒരു 5 ഉപാധികൾ മുന്നോട്ട് വെച്ചു. ഇതിൽ പ്രധാനപ്പെട്ടതാണ് ഹോർമുസ് കടലിടുക്കിന്റെ ഒരു പരമാധികാരം ഇറാന് ഉറപ്പ് നൽകുക എന്നുള്ളത്. അതുപോലെ നിലവിലെ സംഘർഷങ്ങൾ പൂർണ്ണമായി അവസാനിപ്പിക്കണം. ഭാവിയിൽ ഇത്തരം സംഘർഷങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഒരു പ്രത്യേക സംവിധാനത്തെ രൂപീകരിക്കണം. അതുപോലെ നിലവിൽ ഈ സംഘർഷങ്ങൾ കാരണം ഇറാൻ ഉണ്ടായിട്ടുള്ള എല്ലാവിധ നാശനഷ്ടങ്ങൾക്കും വേണ്ട നഷ്ടപരിഹാരം US-ഉം ഇസ്രായേലും നൽകണം. ഇപ്പറഞ്ഞവയാണ് ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുള്ള ഉപാധികൾ. എന്നാൽ ഇതിൽ US-ഉം ഇസ്രായേലും തങ്ങളുടെ പ്രതികരണങ്ങൾ അറിയിച്ചിട്ടില്ല. ഇപ്പോൾ ഈ US-ഉം ഇസ്രായേലുമായി ചർച്ചകൾ നടക്കുന്നില്ല എന്ന് തന്നെയാണ് ഇറാന്റെ വിദേശകാര്യ മന്ത്രിയായിട്ടുള്ള അബ്ബാസ് അറക്ചി തീർത്തും പറഞ്ഞിരിക്കുന്നത്. എന്നാൽ US പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് തന്റെ വാദം അത് വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതായത് ഇറാനുമായി ചർച്ചകൾ നടക്കുന്നു എന്ന് തന്നെയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. ഇപ്പോൾ നിലവിൽ ഇറാനുമായി സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നു. എന്നാൽ അവരുടെ രാഷ്ട്ര നേതാക്കൾ ഇത് സമ്മതിക്കാത്തത് ജനരോഷം ഭയന്നാണ് എന്നാണ് ട്രംപ് പറയുന്നത്. അതായത് ഈ ഇത്തരത്തിൽ ചർച്ചകൾ നടക്കുന്നതായി ഒരു വാർത്ത ഇറാനിൽ പരക്കുകയാണെങ്കിൽ അവിടെയുള്ള ജനങ്ങൾ ചിലപ്പോൾ നേതാക്കൾക്കെതിരെ തിരിഞ്ഞേക്കാം. ഈ ഒരു സംശയം കാരണമാണ് അവിടെയുള്ള നേതൃത്വം ഇത്തരം ചർച്ചകൾ നടക്കുന്നില്ല എന്നുള്ള പ്രതികരണം മാധ്യമങ്ങൾ വഴി നടത്തുന്നത് എന്നാണ് ട്രംപ് പറയുന്നത്. എന്തായാലും ട്രംപിന്റെ ഈ ഒരു അവകാശവാദത്തിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി ആയിട്ടുള്ള കരോലിൻ ലെവിറ്റിന്റെ പ്രതികരണം. കരോലിൻ ലെവിറ്റ് പറയുന്നത് ഈ ഇറാൻ എത്രയും വേഗം നിരുപാധികം കീഴടങ്ങണം, അല്ലെങ്കിൽ US ഇപ്പോഴുള്ളതിന്റെ ഇരട്ടിയിലധികം വലിയ പ്രഹരം ഇറാന് മേൽ ഏൽപ്പിക്കും എന്നാണ് കരോലിൻ ലെവിറ്റ് പറയുന്നത്. ഇതിലൊരു വലിയ ചോദ്യമുള്ളതെന്ന് പറഞ്ഞാൽ ഇറാൻ ഒരു സമാധാന ചർച്ചകൾക്കായി ഇപ്പോൾ സമാധാന ചർച്ചകൾക്ക് തുനിഞ്ഞ് ഇത്തരമൊരു ചർച്ചകൾ പുരോഗമിക്കുകയാണെങ്കിൽ എന്തിന് ഇത്തരം ഒരു കോംപ്രമൈസിന് തയ്യാറായിട്ടുള്ള രാജ്യത്തിന് മേൽ ആക്രമണം നടത്തണം എന്നുള്ളൊരു വലിയൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ട്രംപ് പറയുന്നതല്ല അവിടെയുള്ള ഉദ്യോഗസ്ഥർ പറയുന്നത്. അത് നേരത്തെ തന്നെ പല കാര്യങ്ങളിലും വ്യക്തമായിരുന്നു. നേരത്തെ പീറ്റ് ഹെഗ്സെറ്റിന്റെ ഒരു പരാമർശം വന്നത് യുദ്ധം ഇപ്പോഴൊന്നും അവസാനിക്കില്ല, ഇനിയും ആഴ്ചകൾ നീളും എന്നാണ് പീറ്റ് ഹെഗ്സെറ്റ് പറഞ്ഞത്. എന്നാൽ ട്രംപ് പറയുന്നത് യുദ്ധം ഉടൻ അവസാനിക്കാൻ പോകുന്നു എന്നാണ്. ഇത്തരത്തിൽ അമേരിക്കൻ പ്രസിഡന്റും അതുപോലെ അവിടുത്തെ ഉദ്യോഗസ്ഥരും തമ്മിലുള്ള വാക്കുകൾ തന്നെ ഒരു വലിയ വൈരുദ്ധ്യം നിലനിൽക്കുന്നുണ്ട് എന്നതാണ് ഇക്കാര്യത്തിലെ വലിയ രസകരമായിട്ടുള്ളൊരു വിഷയം. ഇതിൽ ആര് പറയുന്നത് വിശ്വസിക്കും എന്നുള്ളതൊന്നും നിലവിൽ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് വ്യക്തമായ കാര്യമല്ല. എന്തായാലും പശ്ചിമേഷ്യയിൽ നിലവിലും ഈ പോരാട്ടങ്ങളെല്ലാം ഒരു മാറ്റവുമില്ലാതെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ചുരുക്കം ഇതാണ്. അമേരിക്കയുടെ യുദ്ധതന്ത്രത്തിൽ വലിയ പാളിച്ച പറ്റിയോ എന്ന ചോദ്യമാണ്. അജയ് സൂചിപ്പിക്കുന്നത് പോലെ ഒരേ സമയം ചർച്ച നടത്തുന്നു, അനുനയപ്പെടണമെന്ന വാദമുയർത്തുമ്പോൾ മറുഭാഗത്ത് കരയുദ്ധം ആരംഭിക്കുമെന്ന വെല്ലുവിളി നടത്തുന്നു. അത് ഏത് തരം യുദ്ധതന്ത്രം എന്ന ചോദ്യമാണ്. ഒരു കാര്യം വ്യക്തമാണ്, ഇത്ര നീണ്ടു നിൽക്കുന്ന ഒരു പോരാട്ടത്തിലേക്ക് പോവേണ്ടി വരുമെന്ന് അമേരിക്കയും ഇസ്രയേലും കരുതിയിട്ടുണ്ടാവില്ല. കാരണം ഇറാൻ എന്ന കൊച്ചു രാജ്യം അവർ പിടിച്ചു നിൽക്കുകയാണ്, അവർ ചെറുക്കുകയാണ്.
കൂടുതൽ ഇടങ്ങളിലേക്ക് ആക്രമണം നടത്താൻ തയ്യാറാവുകയാണ്. അങ്ങനെ ഈ സാഹചര്യങ്ങൾ നീണ്ടുപോകുന്നു എന്നാണ് അവസ്ഥ. എന്തായാലും ലോകക്രമങ്ങളെ പൂർണ്ണമായും ബാധിക്കുന്ന അവസ്ഥയിലേക്ക് ഇത് പോയി എന്നതാണ് മറ്റു രാജ്യങ്ങളുടെയും ആശങ്ക. നമ്മുടെ ഇന്ത്യയിൽ പോലും ഇതുണ്ടാക്കുന്ന പ്രതിസന്ധി ഒട്ടും ചെറുതല്ല. പല രീതിയിലുള്ള നഷ്ടങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇന്ധന പ്രതിസന്ധികൾ ഒരു വശത്തുണ്ടാവുന്നുണ്ട്, മറ്റു രീതികൾ ഉണ്ടാവുന്നുണ്ട്. പുതിയ വരുന്ന കണക്കുകളനുസരിച്ച് ലോകത്തെ വിനോദസഞ്ചാരികളുടെ എണ്ണം വലിയ രീതിയിൽ കുറയുന്നുണ്ട്. വിനോദസഞ്ചാരം എന്ന ഒരു വലിയ സാധ്യതയായി കൊണ്ട് നടക്കുന്ന രാജ്യങ്ങൾക്ക് ഉണ്ടാക്കുന്ന നഷ്ടം അതൊട്ടും ഇല്ലാതെ ചെറുതല്ല. കാരണം ലോകത്തെ വിനോദസഞ്ചാരികൾ രാജ്യത്തിന് പുറത്തേക്ക് സഞ്ചരിക്കാൻ മടിക്കുകയാണ്. കാരണം അക്രമ സംഭവങ്ങൾ നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. മിസൈൽ അറ്റാക്കുകൾ ഉണ്ടാകുന്നു. അത് സ്വാഭാവികമായും ആളുകൾ കുടുങ്ങിപ്പോകുന്ന അവസ്ഥയുണ്ടാകുന്നു. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. എന്തായാലും പശ്ചിമേഷ്യയിൽ സമാധാനമുണ്ടാവാനുള്ള കൃത്യമായൊരു നീക്കം ഇതുവരെയും ഉണ്ടായിട്ടില്ല. അത്തരമൊരു ചിത്രം തെളിഞ്ഞിട്ടില്ല എന്നതാണ് സാഹചര്യം.